426 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ വെറും 2 സീറ്റുണ്ടായിരുന്ന ബിജെപിയെ 1989-ൽ 85 സീറ്റിലേക്ക് ഉയർത്തിയത് സിപിഎമ്മിന്റെ ഇതേ കോൺഗ്രസ് വിരോധമാണ്. കോൺഗ്രസ് വിരുദ്ധ വിശാല സഖ്യത്തിന്റെ ഭാഗമായ സിപിഎം ബിജെപിക്ക് അധികാരത്തിലേക്കുള്ള പരവതാനി വിരിച്ചുകൊടുത്തു. കോൺഗ്രസിനും ബിജെപിക്കും ബദലായി മറ്റൊരു രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ കഴിയാതെ കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങി സ്വയം തകർന്നടിയുകയും ചെയ്തു. എസ്എഫ്ഐയും എബിവിപിയും പലപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സാഹചര്യമുണ്ടായാൽ ഇനിയും സഹകരിക്കുമെന്നും പറഞ്ഞത് മന്ത്രി എ.കെ. ബാലനാണ്. കോഴിക്കോട് ലോ കോളേജിൽ എസ്എഫ്ഐ എബിവിപി സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ള. ബിജെപിയിൽ നിന്ന് തെറിച്ച് വൈകാതെ ബിജെപിയിൽ തിരിച്ചെത്തിയ രാമൻപിള്ളയുടെ ജനപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ജനവിധി തേടിയത്. 42-ൽ നിന്ന് 9-ലേക്ക് ചുരുങ്ങിയ എംപിമാരുമായി ചക്രശ്വാസം വലിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ആർഎസ്എസ് ബന്ധം ചികഞ്ഞുള്ള സിപിഎമ്മിന്റെ ചവിട്ടുനാടകം. കോൺഗ്രസുകാർക്ക് ബിജെപിയിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്ന് സിപിഎം മറക്കാതിരുന്നാൽ നന്ന്.